إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين. സ്നേഹധരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോകരക്ഷിതാവായ റഹ്മാനായ റബ്ബിന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി ശ്രദ്ധിച്ചും പാലിച്ചും തഖ്വ മുറുകെ പിടിച്ചു മുന്നോട്ട് പോകണമെന്ന് പറയുന്ന എന്നോട് ആദ്യമായും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണാർത്ഥത്തിൽ അവന്റെ വിധികൾക്കും വിലക്കുകൾക്കും കീഴ്പ്പെട്ട് ജീവിക്കുവാനും ഈമാൻ കിട്ടി മരിക്കുവാനും സ്വർഗത്തിൽ ആ ദിവസത്തിൽ തന്നെ പ്രവേശനം ലഭിക്കാനൊക്കെയുള്ള അപാരമായ തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നാം ജീവിക്കുന്ന ഈ ഒരു ദുനിയാവ് അത് ചെറുതും വലുതുമായ പരീക്ഷണങ്ങളുടെ കലവറയാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നിങ്ങൾ പരീക്ഷണം അഭിമുഖീകരിക്കേണ്ടി വരും എന്നല്ല റബ്ബ് പറഞ്ഞത്, നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്നാണ്. ഞാൻ ആമുഖമായിക്കൊണ്ട് ഓതിവെച്ച സൂറത്തുൽ ബഖറയിലെ 155 റഹ്മാനായ റബ്ബ് പറഞ്ഞു, വലബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽഅൻഫുസി വസ്സമറാത്ത്. നിങ്ങൾക്ക് ഭയം നൽകിയും പട്ടിണി നൽകിയും ധനത്തിലെ കുറവ് നൽകിയും ഒരു വേള ശരീരത്തിലെ കുറവ്, അതൊരു പക്ഷേ ശരീരത്തിലെ ഏതെങ്കിലും അവയവങ്ങൾ നഷ്ടപ്പെടലാകാം, ശരീരം തന്നെയും നഷ്ടപ്പെടലാകാം. ആ നിലക്കെല്ലാം നിങ്ങളെ പല നിലക്ക് പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാണ്. റഹ്മാനായ റബ്ബ് ആ ആയത്തിങ്ങനെ അവസാനിപ്പിക്കും പറഞ്ഞു വെച്ചൊരു വാചകമാണ്, ദുനിയാവിൽ ജീവിക്കുമ്പോൾ എന്റെയും നിങ്ങളുടെയും ഇന്ധനം. ദുനിയാവിൽ നാം ജീവിക്കുന്നുണ്ടോ, നമ്മുടെ ഇന്ധനം എന്താ? റഹ്മാനായ റബ്ബ് പരീക്ഷണത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ആ വാക്കാണ്. അതേതാ? വബശ്ശിരിസ് സ്വാബിരീൻ. ക്ഷമിക്കുമോ ഈ ഒരു പരീക്ഷണ വേളയിൽ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കാമെന്നാണ്. ആരാണ് ആ സന്തോഷ വാർത്ത അറിവോ? വബശ്ശിരിസ് സ്വാബിരീൻ. ക്ഷമാലുക്കൾക്ക് നബിയെ അങ്ങുന്ന് സന്തോഷ വാർത്ത അറിയിക്കണം. എന്താ, എങ്ങനെയാ ക്ഷമിക്കേണ്ടത്? ആ ക്ഷമാലുക്കളുടെ അവസ്ഥ എന്താ? അല്ലാഹ് പറയാണ്, അല്ലദീന, ആരാണവർ? ഇദാ അസ്വാബത്തുഹും മുസീബ, അവർക്ക് എന്തെങ്കിലുമൊക്കെ ദുനിയാവിൽ ചെറുതാകട്ടെ വലുതാകട്ടെ ബുദ്ധിമുട്ടുകൾ വന്നോ, എടങ്ങേറുകൾ വന്നോ, പ്രയാസങ്ങൾ വന്നോ, അവർ പറയുന്നതാണ്, ശപിക്കുകയല്ല.
വിധിയെ പഴിക്കുകയല്ല, എന്നാൽ റബ്ബ് എന്നോടിങ്ങനെ ചെയ്തല്ലോ എന്നല്ല, ഇങ്ങനെയൊക്കെ എനിക്ക് അനുഭവിക്കാൻ മാത്രം ഞാൻ എന്താ ചെയ്ത് എന്ന് പരിതപിക്കലല്ല. അവരാകെ പറയണം എന്താണെന്നറിയോ? ഖാലൂ, അവർ പറയുന്നതാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ്. അതൊരു മരണവാർത്ത കേൾക്കുമ്പോൾ മാത്രം പറയുന്ന വാക്കല്ല. അള്ളാഹുവിനുള്ളവരാണ് ഞങ്ങൾ, അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ് ഞങ്ങൾ. ഈ ജീവിതം തന്നത് റബ്ബാണ്, ഈ കണ്ട സൗകര്യങ്ങൾ നൽകിയത് റബ്ബാണ്. നൽകിയത് റബ്ബാണെങ്കിൽ തിരിച്ചെടുക്കാനുള്ള ഓണർഷിപ്പും അവൻക്ക് തന്നെ എന്ന ആ ഒരു വിനയത്തിന്റെ പ്രഖ്യാപനമാണ് പ്രിയപ്പെട്ടവരെ ഇസ്തിർജായിലുള്ളത് എന്ന് റബ്ബ് പറയാണ്. അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് റബ്ബ് പറയാം, ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ. അവർക്കാണ് റഹ്മാനായ റബ്ബിന്റെ എല്ലാവിധ കരുണയും അവിടുന്നുള്ള എല്ലാ ഖൈറാത്തുകളും ആ നിലക്ക് നിലപാട് സ്വീകരിക്കുന്ന ആളുകൾക്കാണ് എന്നതാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാ പരീക്ഷണങ്ങളും ഒരുപോലെയല്ല. പരീക്ഷണങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്നത് എപ്പോഴാണെന്നറിയോ? ഉറ്റവരുടെയും ഉടയവരുടെയും മരണം നടക്കുമ്പോഴാണ്. ഒരുപക്ഷെ നമ്മുടെ സമ്പത്തൊന്ന് തകർന്നാലും സമ്പത്തിലൊരൊപ്പം കുറവ് സംഭവിച്ചാലും നമുക്കൊരു പ്രതീക്ഷയുണ്ട്, ഈ മാസം ഇങ്ങനെയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഭാവി റബ്ബ് ആയുസ് നൽകുകയാണെങ്കിൽ അത് തിരിച്ചു പിടിക്കാനെന്ന് പ്രതീക്ഷയുണ്ട്. പക്ഷെ ഉറ്റവരുടെയും ഉടവരുടെയും ആ ഒരു വേർപാട് നടക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവരേതായാലും തന്നെ തിരിച്ചു വരില്ലല്ലോ. അതുകൊണ്ട് മരണം എന്നുള്ള ഒരു പരീക്ഷണം അത് വല്ലാത്ത പിടിച്ചു കുലുക്കുന്നതാണ്. അതിൽ തന്നെയും നമ്മുടെ മക്കളുടെ മരണം എന്ന് പറഞ്ഞാൽ അത് കരളരിയിപ്പിക്കുന്നതാണ്. പിന്നെ എല്ലാ നിലക്കും പൂതിമാറാത്തവരായിരിക്കും. കണ്ടിട്ടും അനുഭവിച്ചും കളിപ്പിച്ചും രസിപ്പിച്ചും പൂതിമാറുന്നതിന് മുൻപ് പിഞ്ചു മക്കളെ തിരിച്ചെടുക്കപ്പെടുന്നത്, അത് സ്വന്തം മക്കളാകട്ടെ മറ്റുള്ളവരുടെ മക്കളാകട്ടെ, കാഴ്ച പോലും നമുക്ക് പ്രയാസകരമാണ്. നമ്മൾ ഇന്നലെ മിനിഞ്ഞാന്നുമൊക്കെ കേട്ട വാർത്തകൾ, പ്രിയപ്പെട്ടവരെ, അബുദാബിയിൽ നിന്നും ദുബായിലേക്ക് തിരിച്ചു വരുന്ന ഒരു കുടുംബം സഞ്ചരിച്ച വാഹനം അത് ആക്സിഡന്റ് വിധേയമാകുകയും ആ കുടുംബത്തിലെ 4 മക്കൾ റഹ്മാനായ റബ്ബ് തിരിച്ചു വിളിച്ച ഒരു വാർത്തയാണ് നമ്മൾ കേട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ വേർപാടിൽ നീറി കഴിയുന്ന മാതാപിതാക്കൾക്ക് ക്ഷമിക്കുവാനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് കൊടുക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മനസ്സിനെ നടുക്കുന്ന ഇത്തരം സംഭവങ്ങളൊക്കെ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നമ്മുടെ കൂട്ടത്തിലും മക്കളൊക്കെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ ഉണ്ടായിരിക്കും. ഒരുപക്ഷെ നമുക്കറിയില്ല ഇന്ന് നമ്മുടെ കൈകളിലുള്ള മക്കളെ റഹ്മാനായ റബ്ബ് എപ്പോ തിരിച്ചു വിളിക്കുന്നു പറയാൻ പറ്റില്ല. അത് പരീക്ഷണാലയമാണ്. നമ്മുടെ ഈമാൻ അളക്കാൻ റഹ്മാനായ റബ്ബ് പലതലക്കും പരീക്ഷിച്ചേക്കാം, പറയാൻ കഴിയില്ല. എന്ത് സംഭവിച്ചാലും നിലവിൽ മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കളോടും ഒരു പക്ഷെ ഭാവിയിൽ റഹ്മാനായ റബ്ബ് നമ്മളെ മക്കളെ തിരിച്ചെടുത്താലും ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ചില കാര്യങ്ങൾ എന്താണെന്നറിയോ സുഹൃത്തുക്കളെ? നമ്മുടെ നിലപാട് വ്യക്തമായിരിക്കണം എന്നുള്ളതാണ്. എന്താ നമ്മുടെ നിലപാട്? വിശ്വാസിക്കെല്ലാം ഖൈറാണ് എന്നാണ്. ദുനിയാവിലെ നഷ്ടം പരലോകത്തേക്കുള്ള നേട്ടമാണ്. വിശ്വാസിയുടെ ദുനിയാവിലെ നഷ്ടം പരലോകത്തേക്കുള്ള നേട്ടമാണ്. ഇത് നമ്മുടെ മനസ്സിൽ നാം കുറിച്ചിടേണ്ടതുണ്ട്. വിശിഷ്യ ചെറിയ മക്കൾ മരണപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് ഇന്നൊരൽപ്പം കാര്യങ്ങൾ പറയാനുള്ളത്. മറ്റുള്ള നഷ്ടങ്ങളെ പോലെയല്ല. ചെറിയ മക്കൾ ഇങ്ങനെ കാണുമ്പോഴൊക്കെ ആ ഉമ്മാന്റെ വാപ്പാന്റെ മനസ്സ് വിതുമ്പും. അവരുടെ കണ്ണൊന്ന് കണ്ണീര് വരും. അവരുടെ മനസ്സിൽ ഇടങ്ങേറുണ്ടാകും. പക്ഷെ അത്തരത്തിലുള്ള ആളുകളെ പിടിച്ചു നിർത്തുന്ന കാര്യം എന്താണെന്നറിയോ? ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളാ സുഹൃത്തുക്കളെ. ഒരു വിശ്വാസിക്ക് അതൊക്കെ ഉണ്ടാവുള്ളൂ. ദുനിയാവിന്റെ മുകളിൽ ഏത് ഉമ്മയാകട്ടെ വാപ്പയാകട്ടെ വിശ്വാസിയാകട്ടെ അവിശ്വാസിയാകട്ടെ വേദനകൾ ഒരുപോലെയാണ്. വേദനകൾ ഒരുപോലെയാണ്. അവിശ്വാസിക്കുണ്ട് വേദന, പക്ഷേ അവർക്ക് ആ വേദന മാത്രമേ ഉള്ളൂ. വിശ്വാസിയാണെങ്കിൽ ആ വേദനകൾക്കപ്പുറത്തൊരു പ്രതീക്ഷയുണ്ട്, ഒരാശ്വാസമുണ്ട്. അതാണ് വിശ്വാസിയുടെ ജീവിതം. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ അജബൽ അംരിൽ മുഅ്മിൻ, വിശ്വാസിയുടെ കാര്യം വല്ലാത്ത അത്ഭുതമാണ്. എത്ര വലിയ പിടിച്ചുകുലുക്കുന്ന പ്രയാസങ്ങളുടെ തീച്ചൂളകളിലൂടെ അവന്റെ ജീവിതം പോകുമ്പോഴും അവൻ കതിലും ചില നേട്ടങ്ങളുണ്ട് എന്നാണ്. എങ്കിലെന്താ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പരിചയപ്പെടുത്തിയ അള്ളാഹുവിന്റെ റസൂൽ കണ്ടൊരു സ്വപ്നമുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വപ്നം കാണുകയാണ്. 2 മലക്കുകൾ വന്നവരെ കൊണ്ടുപോകുകയാണ്. അവിടെ ഒരുപാട് കാഴ്ചകൾ കാണുന്നുണ്ട്. അങ്ങനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ കണ്ട ഒരു രംഗം നീളമുള്ളൊരു മനുഷ്യനെയാണ്. അദ്ദേഹത്തിന്റെ തല പോലും പ്രവാചകർക്ക് ശരിക്കും കാണാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അപ്പൊ മലക്കളോട് ചോദിക്കുന്നത്, ആരാണ് ഇത്രയും നീളമുള്ള മനുഷ്യൻ? അദ്ദേഹത്തിന്റെ കൂടെ കുറെ മക്കളും ഓടിക്കളിക്കുന്നുണ്ടല്ലോ, തുള്ളിച്ചാടി രസിച്ച് കളിക്കുന്നുണ്ടല്ലോ.
മലക്കുകൾ പറഞ്ഞു പറയാൻ സമയമായിട്ടില്ല, പോകട്ടെ എന്ന്. അങ്ങനെ ആ യാത്രയിൽ അവർ പ്രവാചകന്റെ സ്വപ്നം എന്ന് പറഞ്ഞാൽ വഹിയാണ്. ഒരുപാട് രംഗങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് അവർ വിശദീകരിച്ചു കൊടുക്കുകയാണ് ആ കണ്ട ഓരോ രംഗങ്ങളും. അങ്ങനെ നിങ്ങൾ കണ്ട ആ നീളം കൂടിയ മനുഷ്യനുണ്ടല്ലോ, അദ്ദേഹം മഹാനായ ആദർശ പിതാവ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അദ്ദേഹത്തിന്റെ ചുറ്റുമാ കൂടി ഓടിച്ചാടി രസിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന പിഞ്ചോമന മക്കളുണ്ടല്ലോ, അവരാരാന്നറിയോ? ആ ശുദ്ധ പ്രകൃതിയിൽ മരണപ്പെട്ടു പോയ മക്കളാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഉമ്മയുടെ ഗർഭത്തിലിരുന്ന് അവിടെ നിന്ന് അങ്ങോട്ട് പ്രായപൂർത്തി എത്തുന്നതിന് മുൻപ് മക്കൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ മക്കളെയാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കണ്ട് എന്നതാണ്. അപ്പൊ ഇത് കണ്ടപ്പോൾ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നു, പിന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, ഈ രംഗം വിശദീകരിക്കുമ്പോൾ സ്വഹാബാക്കൾ ചോദിക്കുന്നുണ്ട്, ഈ കാഫിറുകളുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയ മക്കളോ? അവരും ശുദ്ധ പ്രകൃതിയിലാണ് എന്നാണ്, അവരും അതിന്റെ കൂട്ടത്തിലുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന മറുപടി. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കള് പോയത് ആ സ്വർഗത്തിലേക്കാണ് എന്ന ഓർമ്മ നമുക്കുണ്ടാകണം. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വല്ലത്തു വസ്സലാമിയുടെയും സാറാ ബീവിയുടെയും അരികിലാണത്രേ അവർ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസ് നമുക്ക് കാണാൻ കഴിയും, ഔലാദുൽ മുഅ്മിനീന, വിശ്വാസികളുടെ മക്കൾ, ഫി ജബലിൻ ഫിൽ ജന്ന, സ്വർഗത്തിലെ ഒരു പർവ്വതങ്ങളിലായിരിക്കും അവരുണ്ടാവുക എന്നതാണ്. അത് എന്താണ് അതിന്റെ രൂപം, എന്താണ് അതിന്റെ ചേല് കോലം ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല. ആശ്വസിക്കാനുള്ള വകുപ്പാണ് ഇതൊക്കെ. എന്താ പറഞ്ഞ് യക്ഫുലുഹും ഇബ്രാഹിം വസാറ, അവരുടെ കാര്യം ഏറ്റെടുത്തിട്ടുള്ളത്, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് ഇബ്രാഹിമും അതേപോലെ തന്നെ സാറാ ബീവിയുമാണ്. ഹത്താ യറുദ്ദഹും ഇലാ ആബാഇഹിം യൗമൽ ഖിയാമ, സ്വർഗാവകാശികളായ മാതാപിതാക്കൾ വരുമ്പോൾ ആ മക്കളെ അവർ തിരിച്ചേൽപ്പിക്കുമെന്നാണ്. ആ ഉമ്മയെയും ആ ഉപ്പയെയും കാത്ത് ആ മക്കൾ അവിടെ ഉണ്ടാകുമെന്നാണ്. സഹോദരങ്ങളെ, ഇവിടുന്ന് നഷ്ടപ്പെട്ടാലും പരലോകത്ത് തിരിച്ചു കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുകയാണ്. നഷ്ടപ്പെട്ട മക്കൾ അവർ നിലവിൽ സ്വർഗത്തിൽ ഓടിക്കളിക്കുന്നു എന്നാണ് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു സ്വഹാബി അബൂ ഹസ്സാൻ റളിയല്ലാഹു അൻഹു, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അരികിലേക്ക് ഓടി വരികയാണ്. അദ്ദേഹത്തിന് 2 മക്കൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. 2 മക്കൾ നഷ്ടപ്പെട്ട വേദന കടിച്ചു തിന്നുന്ന ഒരു പിതാവ് ഓടി വന്നിട്ട് അബൂ ഹുറൈറയോട് ചോദിക്കുന്നു വല്ലാത്തൊരു ചോദ്യമുണ്ട്. എന്താണെന്നറിയോ? അദ്ദേഹം പറയാണ്, പിന്നെ ഞങ്ങൾക്ക് തുതയ്യിബ് ബിഹി അൻഫുസന അൻ മൗതാന, നിങ്ങൾ എന്ത് വേണം? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും താങ്കൾ മക്കൾ മരണപ്പെട്ട മാതാപിതാക്കൾക്ക് ആശ്വാസം നൽകുന്ന എന്തെങ്കിലും വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്കത് പറഞ്ഞു തരണം. ഞാൻ വല്ലാത്ത മനപ്രയാസത്തിലാണ്, എന്റെ 2 മക്കൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അദ്ദേഹം റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ട ഒരു ഹദീസ് ആ മനുഷ്യന്റെ മുമ്പിൽ വെക്കുകയാണ്. സിഗാറുഹും ദഅമീസുൽ ജന്ന, അവരിൽ മരണപ്പെട്ടു പോയ ചെറിയ മക്കൾ അവർ സ്വർഗത്തിൽ ഓടിച്ചാടി നടക്കുകയാണെന്നാണ്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കള് ജനലുമ കയറും അല്ലെ, അവിടെ കയറും ഇവിടെ കയറും, കുത്തിമറിയും അല്ലെ, അതേ പരിപാടിയുമായി അവർ സ്വർഗത്തിൽ ഉണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. എന്നിട്ടോ ആ മനുഷ്യൻ, ആ കുട്ടികൾ യതലഖ അഹദുഹും അബാഹു, ആ മക്കൾ നാളെ തന്റെ ഉപ്പയെയും ഉമ്മയെയും കാണുമെന്നാണ്. ഔ ഖാല അബവൈഹി, മാതാപിതാക്കളെ കാണും. ഫയഖുദു ബിസൗബിഹി, ആ ഉമ്മാന്റെ വാപ്പാന്റെ വസ്ത്രത്തിൽ പോയി അവർ പിടിക്കുന്നതാണ്, പിടിച്ചു വലിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുന്നതാണ്. അറിച്ചോക്കി നിങ്ങള്, പിടിച്ചു വലിച്ച ആ സ്വർഗത്തിലേക്ക്. അവർ ബേസിക്കലി അടിസ്ഥാനപരമായി കൊണ്ട് തൗഹീദുള്ള മനുഷ്യനാണെങ്കിൽ പിന്നീട് ആ മക്കൾ വിചാരിച്ചിടത്തേക്ക് അവരെ കൊണ്ടുപോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമെന്നാണ്. മറ്റൊരു ഗുണം സഹോദരങ്ങളെ, സ്വർഗം എന്ന് മാത്രമല്ല പറഞ്ഞു, സ്വർഗത്തിൽ ഉന്നതമായ ഒരു വീടുണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കൾ നഷ്ടപ്പെട്ടപ്പോൾ ക്ഷമിച്ച മാതാപിതാക്കളെ കുറിച്ച് പറയാണ്. മക്കളുടെ റൂഹുമായി കൊണ്ടുവരുന്ന മലക്കുകളോട് റഹ്മാനായ റബ്ബ് നടത്തുന്ന ഒരു സംസാരമുണ്ട്, വല്ലാത്തൊരു സംസാരമുണ്ട്. ഹദീസിൽ നമുക്കത് കാണാൻ കഴിയും. ഇതാ മാത്ത വലതുൽ അബ്ദി, ഒരു അടിമയുടെ മകൻ കുട്ടി മരിക്കുമ്പോൾ ഖാലല്ലാഹു ലി മലായിക, മലക്കുകളോട് അള്ളാഹു ചോദിക്കുന്നതാണ്. അള്ളാഹ്ക്ക് അറിയാഞ്ഞിട്ടല്ല, അള്ളാഹ്ക്ക് അറിയാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. പക്ഷെ എന്താ അറിയോ, ആ മലക്കുകളുടെ നാവ് ഇങ്ങനെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുമെന്നാണ്. ഖബൽതും വലദ അബ്ദി, എന്റെ അടിമയുടെ മകനെ നിങ്ങൾ പിടിച്ചൂലേ? അവർ പറയും, അതെ ഞങ്ങൾ പിടിച്ചു. ഖബൽതും സമറത ഫുആദിഹി,
എന്റെ അടിമയുടെ ഹൃദയത്തിന്റെ വസന്തത്തെയാണ് നിങ്ങൾ പിടിച്ചതല്ലേ? അള്ളാഹ് ചോദിക്കുന്നതാണ്. അവര് പറയും അതെ. അപ്പോ അവര് ചോദിക്കുന്ന ചോദ്യം, മാദാ ഖാല അബ്ദി, എന്റെ അടിമ ആ വേദനിക്കുന്ന സമയത്തും എന്താണ് പറഞ്ഞത്? ചെറിയ മക്കളെ, പ്രിയപ്പെട്ട മക്കളെ നഷ്ടപ്പെടുമ്പോ ആ ഉമ്മയും വാപ്പയും എന്താണ് പറഞ്ഞത്? ഫയഖൂലൂൻ, അവർ പറയും എന്നാണ്, ഹമിദക വസ്തർജഅ, അല്ലാഹുവേ ഞങ്ങൾ കേട്ടത് അവർ അൽഹംദുലില്ലാ എന്ന് പറയുന്നതാണെന്നാണ്. ഒരു ശല്യം ഒഴിവായി എന്ന അർത്ഥത്തിലാണോ സഹോദരങ്ങളെ അവിടെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞത്? അല്ലല്ലോ. എത്ര പൊട്ടിത്തെറിപ്പ് കാണിക്കുന്ന മക്കളാണെങ്കിലും ആ മക്കൾ ചേതനയേറ്റ് കിടക്കുന്നത് ഒരു ഉമ്മാക്കും വാപ്പാക്കും സഹിക്കാൻ കഴിയോ? പിന്നെ എന്തേ ആ മകനും മകളും മരിച്ചപ്പോ ഉമ്മ അങ്ങനെ പറഞ്ഞത്, വാപ്പ അങ്ങനെ പറഞ്ഞത്? അതിലൊരു ഖൈറുണ്ട് എന്ന് കരുതിയിട്ടാണ്. അതൊരു വിശ്വാസിക്ക സഹോദര ആ ഘട്ടത്തിൽ അൽഹംദുലില്ലാ പറയാൻ കഴിയുള്ളൂ. ഹമിദക വസ്തർജഅ, അവർ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു എന്നാണ്. ഫയഖൂലുല്ലാഹ്, ഇത് കേൾക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഉബ്നൂ ലി അബ്ദി ബൈതൻ ഫിൽ ജന്ന വസമ്മൂഹു ബൈതൽ ഹംദ്. എങ്കിൽ ഇത്തരമൊരു പ്രയാസത്തിന്റെ ഘട്ടത്തിലും എന്നെ പുകഴ്ത്താൻ, എനിക്ക് ഹംദ് പറയാൻ അവർക്ക് കഴിഞ്ഞല്ലേ? അവർ അതിന് മറന്നിട്ടില്ല അല്ലേ? എങ്കിൽ അവർക്കുള്ള സമ്മാനം നിങ്ങൾ പോവുക, അവർക്ക് വേണ്ടി വീട് പണിയുക, ആ വീടിന് നിങ്ങൾ ബൈത്തുൽ ഹംദ് എന്ന് പേര് നൽകുക എന്നാണ്. സഹോദര, ആ വീട്ടിൽ വേറെ ആരും കടക്കില്ല എന്നാണ്. അത് ആ ഉമ്മാക്കും വാപ്പാക്കുള്ളതാണ്. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, വീണ്ടും പറഞ്ഞു, മാതാപിതാക്കൾക്ക് വേണ്ടി ശുപാർശ പറയുന്നതാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ ഒരു സ്വഹാബി വരാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ എപ്പോഴും ഒരു കുട്ടി ഉണ്ടായിരുന്നതാണ്. അതിലൊരു പാഠം നമുക്ക് പടച്ചു, നമുക്ക് മക്കളെ തന്നിട്ടുണ്ടോ? പള്ളിയിൽ ഓരും ഉണ്ടാകണമെന്നാണ്. എപ്പോഴും ആ കുട്ടിയുമായി കൊണ്ടാണ് ആ പിതാവ് വരാറുള്ളത്. കുട്ടിയുമായി കൊണ്ട് കുസൃതി കൂടുന്ന രംഗങ്ങളൊക്കെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീക്ഷിക്കാറുണ്ടായിരുന്നു. പ്രവാചകന് വലിയ ഇഷ്ടമായിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോ ആ കുട്ടിനെ കാണാനില്ല. ആ കുട്ടിനെ കാണാതിരുന്നപ്പോ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിക്കുന്നത്, എവിടെയാണ് ആ സുഹൃത്തിന്റെ കുട്ടിനെ കാണാനല്ലോ പള്ളിയിൽ. അപ്പോഴാണ് അറിയുന്നത് ആ കുട്ടി മരണപ്പെട്ടു പോയ കാര്യം. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അരികിലേക്ക് ചെന്ന് ആശ്വസിപ്പിച്ചുകൊണ്ടൊരു വർത്താനം പറയുന്നുണ്ട്. അതൊക്കെയാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞെന്താണെന്നറിയോ? യാ ഫുലാൻ, അല്ലയോ മനുഷ്യ, أيما كان أحب إليك أن تمتع به عمرك أو لا تأتي غدا إلى باب من أبواب الجنة إلا وجدته قد سبقك إليه يفتح لك. സഹോദര, നീ ഏതാണ് ഇഷ്ടപ്പെടുന്നത്? രണ്ട് കാര്യം ഞാൻ പറയാമെന്നാണ്. രണ്ട് കാര്യം ഞാൻ പറയും, അതിലേതാണ് നിനക്ക് ഇഷ്ടം? ഒന്ന്, ഇപ്പൊ നഷ്ടപ്പെട്ട കുട്ടിയുമായി കൊണ്ട് കാലാകാലം ഇവിടെ ഇങ്ങനെ ഉഷാറായിക്കൊണ്ട് ജീവിക്കുന്നതാണോ നിനക്ക് ഇഷ്ടം? അതല്ല. ഈ കുട്ടി നിനക്ക് മുമ്പേ പോയി നീ വരുമ്പോഴേക്കും നിനക്ക് വേണ്ടി സ്വർഗത്തിന്റെ വാതിൽ ഉപ്പച്ചിയെ കാത്തിരിക്കുന്ന ആ ഒരു കാര്യമാണോ നിനക്ക് ഏറ്റവും ഇഷ്ടമെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു എന്നാണ്. അത് ചോദ്യങ്ങൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു ചോദ്യം കേട്ട സമയത്ത് അദ്ദേഹം പറഞ്ഞു എന്നാണ്, അള്ളാഹുവിന്റെ റസൂലേ, ഞാൻ ഇഷ്ടപ്പെടുന്നത് എനിക്ക് വേണ്ടി എന്റെ മകൻ എന്നേക്കാൾ മുമ്പേ അവിടെ എത്താനും എനിക്ക് വേണ്ടി ആ സ്വർഗത്തിന്റെ വാതിൽ തുറന്നു തരാനുമാണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്നാണ്. സഹോദരന്മാരെ, ഇതൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആദ്യാവസരത്തിൽ ക്ഷമിക്കാൻ കഴിയണം എന്നുള്ളതാണ്. ഇന്നമസ്സബറു ഇൻദ സ്വദമത്തിൽ ഊല, ക്ഷമിക്കേണ്ടത് ആദ്യാവസരത്തിലാണ് എന്നാണ്. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? കാരണം മനസ്സിനെ പിടിച്ചു കുലുക്കുന്നൊരു പ്രയാസം വരുമ്പോ ഹൃദയം പടക്കും, നമ്മുടെ നില തെറ്റും. നമ്മൾ അറിയാതെ റഹ്മാനായ റബ്ബിന്റെ വിധിയിൽ നമ്മൾ പഴിച്ചു പോകും. എന്തിനാ റഹ്മാനായ റബ്ബ് ഈ പരീക്ഷണങ്ങളൊക്കെ നമുക്ക് നൽകുന്നത്? പിടിച്ചു നിൽക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പരലോകം ആഗ്രഹിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. സ്വർഗത്തെ കിനാവ് കാണുന്നത് എത്രത്തോളം ഉള്ളിൽ തട്ടിയിട്ടാണ് എന്ന് ആത്മാർത്ഥമായി കൊണ്ട് നമ്മളെ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്കറിയില്ല എന്ത് സംഭവിക്കുമെന്നൊക്കെ. ഇതൊക്കെ ഒന്ന് മനസ്സിൽ കാണുന്ന നമ്മൾ ഇന്നുള്ളതെല്ലാം നമ്മുടെ കൂടെയുണ്ടാകുമെന്ന് പറയാൻ ഒരു ഉറപ്പ് നമുക്കില്ല. ഇത് ദുനിയാവാണ്, എന്തും ഏത് സമയത്തും നമ്മിൽ നിന്നും ഇല്ലാതെയായേക്കാം. അതുകൊണ്ട് ഇതെല്ലാം നേരത്തെ കണ്ട്
ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണമെന്നാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാലി അബ്ദിൽ മുഅ്മിൻ ഇൻദി ജസാഅൻ ഇദാ ഖബൽതു സഫിയഹു മിൻ അഹ്ലി ദുനിയ സുമ്മ ഇഹ്തസബഹു ഇല്ലൽ ജന്ന എന്നാണ്. എന്റെ പ്രിയപ്പെട്ട അടിമയുടെ സൊഫി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ മക്കളാകാം, ഭാര്യയാകാം, ഉമ്മയാകാം, വാപ്പയാകാം, ഇണയാകാം, തുണയാകാം, അവന്റെ പ്രിയപ്പെട്ടവൻ, അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട മെഹബൂബിനെ റഹ്മാനായ റബ്ബ് തിരിച്ചെടുക്കുമ്പോൾ അവന്റെ മനസ്സിൽ വല്ലാത്ത പ്രയാസമുണ്ടെങ്കിലും അവൻ ഇഹ്തസബഹു, അവൻ അതിലൂടെ ഒരു പ്രതിഫലം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പ്രതിഫലം ആഗ്രഹിച്ചവൻ എന്റെ അരികിലുള്ളത് സ്വർഗമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നമ്മളെ പഠിപ്പിച്ച മനോഹരമായൊരു പ്രാർത്ഥനയുണ്ട്. ഏത് ഘട്ടങ്ങളിൽ നമ്മൾ ചൊല്ലേണ്ട, പരീക്ഷണത്തിന് വിധേയമാകുമ്പോൾ നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥന, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലാഹുമ്മ ഉജ്ർനി ഫീ മുസീബതി വഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. അല്ലാഹുവേ, എനിക്കേറ്റ പ്രയാസത്തിന് നീ പ്രതിഫലം നൽകണേ റബ്ബേ, നഷ്ടപ്പെട്ടതിനേക്കാൾ ഉന്നതമായതിന് നീ പകരം നൽകണേ എന്നാണ്. ഒരു മകനെ തിരിച്ചെടുത്താൽ, മകളെ തിരിച്ചെടുത്താൽ ബാക്കിയുള്ളതിൽ ബറക്കത്ത് നൽകുക വഴിയോ അല്ലെങ്കിൽ മറ്റൊരാളെ നൽകിയോ റഹ്മാനായ റബ്ബിന് പരിഹരിക്കാൻ കഴിയുന്നതേ ദുനിയാവിലെല്ലാം ഉള്ള സുഹൃത്തുക്കളെ. അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായിക്കൊണ്ട് പ്രാർത്ഥിക്കണമെന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. റഹ്മാനായ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾക്ക് ഈ രൂപത്തിലുള്ള എല്ലാ പ്രതിഫലവും നാളെ കണ്ടെത്തുവാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭാവിയിൽ അറിയില്ല നമുക്ക്, റഹ്മാനായ റബ്ബ് ആ നിലയ്ക്ക് എന്തെങ്കിലും പരീക്ഷണം വെച്ചിട്ടുണ്ടെങ്കിലും പരീക്ഷണത്തിന്റെ ആദ്യവസരത്തിൽ തന്നെ ക്ഷമിച്ച് ഈ പ്രതിഫലമൊക്കെ ആഗ്രഹിച്ച് മുന്നോട്ട് പോകാനുള്ള തൗഫീക്ക് റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വസ്തഗ്ഫിറു മിൻ കുല്ലി ദംബ് ഇന്നഹുൽ ഗഫൂറുർ റഹീം.